മുൻപൊക്കെ തങ്ങളുടെ പാർട്ടിയുടെ ബലവും വീര്യവും ജനത്തെ ബോധിപ്പിക്കാൻ പടുകൂറ്റൻ റാലികൾ നടത്തിയിരുന്ന, ബൃഹത്തായ സമ്മേളനങ്ങൾ നടത്തിയിരുന്ന, അതിനായി അണികളെ വിളിച്ചുകൂട്ടിയിരുന്ന രാഷ്ട്രീയക്കാർ ഇന്ന് തങ്ങളുടെ അണികളുടെ ആവേശം കെട്ടുപോകാതെ കാക്കാൻ അവരെ സാമൂഹിക മാധ്യമങ്ങളുടെ രണാങ്കണത്തിൽ പോരിനിറക്കിയിരിക്കുകയാണ്. എന്നാൽ ക്രൈസ്തവ വിശ്വാസ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ഇതൊന്നും അറിയാതെ അനുദിന ജീവിതത്തിലെ തിരക്കിനിടയിൽ അറിഞ്ഞോ അറിയാതെയോ അവർ നൽകുന്ന വേസ്റ്റ് തിന്നുന്നവരായി മാറിപ്പോയിരിക്കുന്നു. അപ്പോൾ ഒരു ചോദ്യമുയരും, എന്ത് വേസ്റ്റ്? ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിലൂടെയും വാർത്താ സംവിധാനങ്ങളിലൂടെയും നമ്മുടെ കാതുകളിലും കണ്ണുകളിലും എത്തിച്ചേരുന്നത് ഇത്തരം സൈബർ തൊഴിലാളികൾ ചവച്ചു തുപ്പിയ വേസ്റ്റാണ്. നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ആനുകാലിക സംഭവങ്ങളെ ഇത്തരക്കാർ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ പ്രത്യയശാസ്ത്രമാകുന്ന ഉമിനീര് ചേർക്കാൻ നല്ലവണ്ണം തങ്ങളുടെ വായിലിട്ട് ചവച്ചു തുപ്പിയ ഉച്ഛിഷ്ടങ്ങളാണ് പലപ്പോഴും വാർത്ത എന്ന പേരിൽ സാധാരണക്കാരൻ്റെ തീന്മേശയ്ക്ക് മുമ്പിൽ വിളമ്പുന്നത്. പകലിൻ്റെ അധ്വാനവും നാളെയുടെ ആകുലതയും പേറുന്ന സാധാരണക്കാരൻ്റെ മനസ്സിന് ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം അന്വേഷിക്കാൻ എവിടെ സമയം? കേട്ടതും കണ്ടതും നല്ലതാണെന്ന് കരുതി അവർ അത് അതേപടി വിഴുങ്ങുന്നു. ഇന്ന് കലാരൂപങ്ങളുടെ മറവിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കൊടിപിടിച്ചും വിശ്വാസത്തിൻ്റെ തിരുനാളങ്ങൾ കുഞ്ഞു മനസ്സുകളിൽ നിന്ന് പോലും കുത്തിക്കെടുത്താൻ നിശ്ചയദാർഢ്യത്തോടെ ഇറങ്ങിയിരിക്കുന്ന ഇരുൾ രൂപങ്ങളെ നാം ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടതുണ്ട്. മക്കൾക്ക് നല്ലത് കൊടുക്കാൻ വെമ്പുന്ന മാതാപിതാക്കൾ പരസ്യവാചകങ്ങളുടെ വശ്യതയിൽ ആകൃഷ്ടരായി അവയൊക്കെ തങ്ങളുടെ മക്കൾക്ക് ഉത്തമമെന്ന് കരുതി ഇല്ലാത്ത പണം കടം മേടിച്ച് അവയെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അതുവഴി ആധുനികതയുടെ തീരങ്ങളിൽ നീന്തിത്തുടിക്കുന്ന ഇളം മനസ്സുകളിലേക്ക് പലപ്പോഴും കടന്നു വരുന്നത് കാലഘട്ടത്തിൻ്റെ കെണികളാണ്. അതിനാൽ മാധ്യമങ്ങളിലൂടെ പലപ്പോഴും കുത്തിവയ്ക്കപ്പെടുന്നത് കൈപ്പേറിയ വിഷമാണ് എന്ന് മക്കളെ നാം ബോധവൽക്കരിക്കണം. വിശ്വാസത്തിൻ്റെ വേരുകൾ പാടെ പിഴുതെറിയാൻ പര്യാപ്തമായ പലതും അവർ പോലും അറിയാതെ തങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് മാധ്യമങ്ങൾ വഴി അവർ ഏറ്റെടുക്കുന്നു. നന്മയുടെ നേർവട്ടങ്ങൾ ലോകത്തെല്ലായിടത്തും ഉണ്ടായിരിക്കെ തെല്ലുശ്രദ്ധ പോലും അതിലേക്ക് നൽകാതെ ലോകത്തിൻ്റെ ഇരുളുകളെ പർവ്വതീകരിച്ച് തിന്മയ്ക്ക് നന്മയുടെ മൂടുപണമണിയിച്ച് മാധ്യമങ്ങൾ പുതുതലമുറയ്ക്ക് കൈമാറുന്നു. സുവിശേഷം നമ്മോട് പറയുന്നു, ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. പുതുതലമുറയുടെ വിദ്യാഭ്യാസവും ശാരീരിക വളർച്ചയും മാത്രമല്ല മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. നാളെയുടെ നല്ല പൗരന്മാരായി അവർ വളർന്നു വരണമെങ്കിൽ വിശ്വാസത്തിലും സന്മാർഗത്തിലും അവർ പരിശീലിക്കപ്പെടേണ്ടിയിരിക്കുന്നു. സാമൂഹ്യ മാധ്യമ സംവിധാനങ്ങളിലെ കതിരും പതിരും വേർതിരിച്ചറിയാൻ കുട്ടികളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പരിശീലിപ്പിക്കണം. അതിനു മുൻപ് ആദ്യമേ തന്നെ മാതാപിതാക്കൾ തങ്ങൾ ഏതെങ്കിലും നിരീശ്വര കപട പ്രത്യയശാസ്ത്രങ്ങൾക്ക് തങ്ങളുടെ ബുദ്ധി അടിയറവ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്മാറി കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്തുന്നവരായി മാറണം. എങ്കിൽ മാത്രമേ വരും തലമുറയെ നമുക്ക് വിശ്വാസത്തിൻ്റെ വഴിയെ നയിക്കാൻ കഴിയൂ.